ഹായ് ഗായ്സ്, നമുക്കിന്ന് തിരാന എങ്ങനെ ഗ്രില്ലടിക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തിരാന മഞ്ഞപ്പൊടിയും ഉപ്പും കൂട്ടി ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് പരട്ടി വെച്ചാൽ മതി. കാരണം നമ്മൾക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ പരട്ടി വെക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ മസാലയൊക്കെ ചേർത്ത് തേച്ച് വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആ പിരാന മേടിച്ചു. അവരെന്നെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടുക്കത്തെ വശം അവരൊന്ന് രണ്ടാക്കി പൊളിച്ചു തന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വെച്ചു. ഇനി അതിനുശേഷം നമ്മൾ മസാല പരത്താനായിട്ട് ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, വെളിച്ചെണ്ണ, അല്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് അടിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ, പിന്നെ വിനാഗിരി, പിന്നെ കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് വീണ്ടും മിക്സിയിലിട്ട് അടിച്ച് നല്ല മസാല പാകത്തിനാക്കി എടുക്കണം. ഇനി നമുക്കിത് മീനിന് പരത്തി കൊടുക്കാം. അതിൻ്റെ മീറ്റിട്ട് നമുക്ക് വരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉള്ളിലും എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിക്കുന്ന ഭാഗത്തിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല കളർ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ കളർ കുറവായിരുന്നു. പക്ഷെ നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു. എന്നാലും ഞങ്ങളുടെ മസാലയ്ക്ക് അത്ര കളർ വന്നിട്ടില്ല, പക്ഷെ സംഭവം നല്ല എരിവുണ്ടായിരുന്നു. ഇനി ഇതിനു ശേഷം നമ്മൾ എല്ലായിടത്തും പരത്തി, എല്ലായിടത്തും അകത്തും ആ വരഞ്ഞേക്കുന്നതിൻ്റെ ഇടയിലും എല്ലായിടത്തും പരത്തിയിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിനകത്തേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ ഗ്രില്ലടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.